ഓവൻ ഇല്ലാതെ ആൽമണ്ട് റോച്ചർ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇഷ്ടമുള്ള അത്രയും അളവിലൊക്കെ ചേർക്കാം. അതുപോലെ മധുരവും നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് വല്ലാത്ത മധുരമായിരിക്കും. ഈ റോച്ചർ ഓവനിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓവനില്ലാത്ത ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓവനിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ റോച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ റോച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി വെക്കാം. ഒരു ബേക്ക് ചെയ്യുന്നൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അതേ ഷേപ്പിലുള്ളൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. ബട്ടറൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ബട്ടർ പേപ്പർ മാത്രം വിരിച്ചു കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയുടെ വെള്ളയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം തന്നെ 1 കപ്പ് എടുക്കുക. 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ചേർക്കരുത്, അതാകുമ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടിപ്പോകും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസും 2-3 നുള്ളി ഉപ്പ്, പിന്നെ 1 കപ്പ് ബദാം നുറുക്കിയത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും അളവ് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാം, ഒരു 1/2 കപ്പൊക്കെ എടുത്താലും മതിയാവും. അതുപോലെ റോസ്റ്റഡ് ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. ഇത് നിർബന്ധമില്ല, കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഈ സോസ് പാനിലേക്ക് ഒഴിക്കാം. സോസ് പാൻ എടുക്കുമ്പോൾ എപ്പോഴും പിടിയുള്ള സോസ് പാൻ തന്നെ എടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കൈയുള്ള സോസ് പാൻ തന്നെ നിർബന്ധമായിട്ടും വേണം. പൊടിച്ച പഞ്ചസാരയും 2-3 നുള്ളി ഉപ്പും ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രം എപ്പോഴും സോസ് പാനിനേക്കാളും അല്പം വീതി കൂടി പാത്രം തന്നെ എടുക്കുക. സോസ് പാൻ ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച സോസ് പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സോസ് പാൻ ഈ വെള്ളത്തിലേക്ക് വെച്ച ഉടനെ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടവെള്ളയും പൊടിച്ച പഞ്ചസാരയും ഉപ്പും കൂടെ ഒരുമിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ സോസ് പാൻ വെള്ളത്തിൽ മുട്ടിച്ച് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ മുകളിൽ മാത്രം പിടിച്ചിട്ട് ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് വെള്ളത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും. അങ്ങനെ വെച്ച് വേറെ കുഴപ്പമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇതിങ്ങനെ തുടർച്ചയായി ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതല്ലെങ്കിൽ അവിടെ കട്ട പിടിച്ച് പോകും. കാരണം ഇതിങ്ങനെ ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം മാത്രം വെന്ത് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിർത്താതെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേ നേരം ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിട്ട് വരും. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി നോക്കിയാലൊന്നും ഇത് താഴേക്ക് വീഴാതെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നൊരു പാകമായിട്ട് വരും. അത്രയും സമയം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കണം, വെള്ളത്തിൻ്റെ ചൂട് കുറക്കരുത്. ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും. നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിത് ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് പാകത്തിന് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിങ്ങനെ നല്ല ഉറച്ചിട്ടാണ് ഉള്ളത്. നമുക്കിത് സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും നന്നായിട്ട് ഒട്ടിപ്പിടിച്ചതുപോലെയാണ് ഉണ്ടാവുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കോഫി പൗഡർ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി വെള്ളത്തിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. കോഫി പൗഡറും വാനില എസൻസും നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നുറുക്കിയ ബദാം ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത ബദാമാണ്. ബദാമിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സോ വാൾനട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഏത് നട്ട്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും റോസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ പിസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം.
ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിനു മുന്നേ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും നട്ട്സ് ആവശ്യമില്ലെങ്കിൽ ഇതിൻ്റെ അരക്കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ചേർത്താലും മതി. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ കുറച്ച് നട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ നട്ട്സ് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അവരിങ്ങനെയെങ്കിലും നട്ട്സ് കഴിച്ചോളും. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് മാറ്റുന്നത്. അതല്ലെങ്കിൽ ഒരു സാധാരണ സ്പൂൺ ഉപയോഗിച്ചിട്ട് ട്രേയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അത് ഈ റോച്ചറിന് ഇന്ന ഷേപ്പ് വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഐസ്ക്രീം സ്കൂപ്പർ എടുത്തിട്ടുള്ളത്. ഈ സ്കൂപ്പറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാൻ ഈ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുള്ളൂ. കാരണം ഇത് വലിയ സ്കൂപ്പറാണ്. അപ്പോൾ വലിയ റോച്ചറായിട്ട് മാറും. ഇത് നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒന്നുകൂടി പൊങ്ങി വരും. റോച്ചറിൻ്റെ മാവ് ട്രേയിലേക്ക് ഇടുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഇടയിലും നല്ല ഗ്യാപ്പ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് പൊങ്ങി വരാനുള്ളൊരു സ്പേസ് വേണം അതിന്. അതുകൊണ്ട് വളരെ അടുത്തടുത്തായിട്ട് ഇത് ഇടരുത്. ഇതിലിപ്പോൾ ഒരു 6 റോച്ചർ മാത്രമേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ട് ബാക്കി അതിന് ശേഷം ബേക്ക് ചെയ്യാം. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ അലൂമിനിയം തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ബൗളോ മറ്റോ വെച്ച് കൊടുത്താലും മതി. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച റോച്ചർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. മാക്സിമം ഒരു 20 മിനിറ്റ് മാത്രമേ ഈ റോച്ചർ വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മാക്സിമം 20 മിനിറ്റാണ് ഇതിന് വേണ്ടത്. ഓവനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയാവും. നമ്മളിങ്ങനെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഒരു 15 മുതൽ 20 വരെ മിനിറ്റ് ഇതിന് സമയം വേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ റോച്ചർ നന്നാവില്ല. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ റോച്ചർ ഉണ്ടാക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാനേ പാടില്ല. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോച്ചർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വേവാനുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി കളർ ചേഞ്ച് ആയി വരണം. 5 മിനിറ്റ് കൂടി നമുക്കിത് ബേക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് കുഴപ്പമില്ല. അത് ചൂടോട് കൂടിയിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് റോച്ചർ പൊതുവേ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി തുറന്ന് നോക്കാം. റോച്ചർ ഇപ്പോൾ നന്നായിട്ട് നല്ലൊരു കോഫി കളറായി മാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഇത് സോഫ്റ്റാണ്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ റോച്ചറിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലൊരു കോഫി കളറാണ് ഇതിനുള്ളത് ഇപ്പോൾ. റോച്ചർ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വിണ്ട് കീറി ഉള്ളിലത്തെ നട്ട്സൊക്കെ കാണുന്ന വിധത്തിലാണ് റോച്ചർ പൊതുവേ ഉണ്ടാവുക. അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് റോച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നട്ട്സോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളിത് കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. അത്രയും ടേസ്റ്റാണ്. പിന്നെ നട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തായാലും നട്ട്സ് കഴിച്ചോളും. കാരണം നട്ട്സോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇത് നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഓവനിലാണെങ്കിൽ നമുക്ക് മുഴുവൻ റോച്ചറും ഒരു ട്രേയിൽ ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുപ്പത്താണെങ്കിൽ വലിയ ട്രേ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, വലിയ അലൂമിനിയം പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്തും കുറേ എണ്ണം ഒരുമിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് എനിക്ക് 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നത്. ഈ 2 എഗ് വൈറ്റ് വെച്ചിട്ട് എനിക്ക് 10 റോച്ചറാണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയ റോച്ചർ ആയതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ 16 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്